വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പസിൽ കണ്ടാലോ. ഈ പൊസിഷനിൽ നിന്ന് ബ്ലാക്ക് മൂവ് ചെയ്ത് ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പൊസിഷനെ ഒന്ന് വിലയിരുത്തിയിട്ട് ഇവിടെ ബ്ലാക്കിൻ്റെ ഐഡിയാസിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. ഇവിടെ ബ്ലാക്കിൻ്റെ ക്യൂന് H4-ലും ഇവിടെ നൈറ്റ് G4-ലും ഉണ്ട്. അപ്പോൾ രണ്ട് പീസുകളും വളരെ ആക്റ്റീവാണ്. അതുപോലെ തന്നെ രണ്ട് ബിഷപ്പുകളും ആക്റ്റീവാണ്, രണ്ട് റൂക്കുകളും ആക്റ്റീവാണ്. പക്ഷെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇവിടെ ബ്ലാക്ക് കളിച്ച് ജയിക്കേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ബ്ലാക്കിൻ്റെ വിന്നിംഗ് പ്ലാനിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷനിലോട്ട് പോയാലോ. ബ്ലാക്ക് ഇവിടെ കളിക്കുന്ന ബ്രില്യൻ മൂവ് റൂക്ക് ടേക്ക് C3. അപ്പം ഈ മൂവ് എന്ത് കഴിഞ്ഞാൽ ആ ഒരു E4-ലിരിക്കുന്ന ബിഷപ്പിനെ ഡിഫെൻഡ് ചെയ്തിരുന്ന ഒരു രണ്ട് പീസുകളിൽ ഒരെണ്ണമാണ് ഈ ഒരു നൈറ്റ്. അപ്പോൾ ആ നൈറ്റ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്യുന്നതോടെ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ക്യൂനും റൂക്കും ഒരേ സമയം സാക്രിഫൈസ്ഡ് ആണ്. വേണമെങ്കിൽ റൂക്കിനെ എടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ക്യൂവിനെ എടുക്കാം. ഓരോ ലൈന് നോക്കിയാലോ. ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പം ഈ ഒരു പൊസിഷനിൽ ഇവിടെ കളിക്കാൻ പോകുന്നത് റൂക്ക് D2. ഇപ്പോൾ റൂക്ക് D2 എന്നുള്ള മൂവാണ് ഇവിടെ കളിക്കുന്ന ബ്ലാക്ക് ഇവിടെ കളിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവ്. അപ്പോൾ ഇവിടെ വൈറ്റ് എന്തൊക്കെ ചെയ്താലും ഈ ഒരു റൂക്കിനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ആദ്യം ഇങ്ങനെ ഒരു ചെക്ക് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, G1-ലോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ബിഷപ്പ് B6 അവിടെ ആ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ വൈറ്റിന് ആകെ കളിക്കാവുന്നത് രണ്ട് മൂവ് ഇവിടെ കളിക്കാൻ പറ്റും. ഒന്ന് ഇവിടെ റൂക്ക് F3 ആണ്, അല്ലെങ്കിൽ ക്യൂൻ വെച്ച് അവിടെ മറയ്ക്കാം. റൂക്ക് F3 കളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചെക്ക് ആൻഡ് ആഫ്റ്റർ ഓൺലി മൂവ്, ഇങ്ങനെ ഒരു മൂവാണ്. പക്ഷെ ഇതും കംപ്ലീറ്റ്ലി ലൂസിങ് ആണ്. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മൂവ് ഉണ്ട്, റൂക്ക് ടു C2. ഈ മൂവിൻ്റെ ഐഡിയ എന്ത് കഴിഞ്ഞാൽ ക്യൂൻ വെച്ച് ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ ക്യൂനല്ലാതെ മൂവ് ചെയ്യാൻ നിർവാഹമില്ല. ക്യൂൻ വെച്ച് ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ റൂക്ക് ടേക്സ് H2 ചെക്ക്മേറ്റ് ആണ്. ഇനി ഇതൊന്നും അല്ലാതെ ഇതിനെ ഫുള്ളായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി റൂക്കിനെ ഇവിടെ കൊണ്ടുകഴിഞ്ഞാൽ വേറൊരു സ്റ്റണ്ണിങ് മേറ്റ് ഉണ്ട്, നൈറ്റ് F2 ചെക്ക്മേറ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ വൈറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ബിഷപ്പ് ആ ഒരു നൈറ്റിനെ വെട്ടിയെടുക്കാൻ പറ്റില്ല, കാരണം പിൻഡാണ്. മാത്രമല്ല നൈറ്റ് വെച്ചൊരു ബ്രില്യൻ ചെക്ക്മേറ്റ് സംഭവിക്കും. ഇനി റൂക്ക് F3 പോവാതെ ക്യൂൻ വെച്ച് മറച്ചാലോ. ഇവിടെയും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവ് ഇവിടെ ബ്ലാക്കിന് കളിക്കാൻ പറ്റും. ബ്ലാക്ക് ഇവിടെ കളിക്കുന്ന ബ്രില്യൻ മൂവ് റൂക്ക് ടു H3. അപ്പോൾ ഇവിടെ ത്രെട്ടൻ ചെയ്യുന്നത് റൂക്ക് ടേക്സ് H2 ചെക്ക്മേറ്റ് ആണ്. ഇവിടെയും ക്യൂവിന് മൂവ് ചെയ്യാൻ സ്ക്വയർസ് ഒന്നുമില്ല, വേണമെങ്കിൽ ഈ ഒരു ബിഷപ്പിനെ വെട്ടിയെടുക്കാന്നുള്ള മൂവ് മാത്രമാണ് ഇവിടെ ഉള്ളൂ. ഇവിടെ എന്ത് കളിച്ചാലും റൂക്ക് ടേക്സ് H2 ചെക്ക്മേറ്റ് ആണ്. കാരണം റൂക്ക് ടേക്സ് H2 എടുത്ത് കഴിയുമ്പോൾ ക്യൂവിന് പോലും മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം പിൻഡായതുകൊണ്ട്. കിങ്ങിനാണെങ്കിൽ G1 സ്ക്വയർ ഇല്ല താനും. അപ്പം ഈ ഒരു ബിഷപ്പിനെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് റൂക്ക് ടേക്സ് H2 ചെക്ക്മേറ്റ് ആണ്. ഇനി നമുക്ക് ആ സ്റ്റാർട്ടിംഗ് പൊസിഷനിലോട്ട് ഒന്നോടെ പോയാലോ. ഈ ഒരു പൊസിഷനിൽ റൂക്ക് ടേക്ക് C3-ക്ക് ശേഷം ക്യൂവിനെ എടുക്കുന്നതിന് പകരം ഇനി റൂക്കിനെ എടുത്താൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. റൂക്കിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ആദ്യം കളിക്കാൻ പോണത് ബിഷപ്പ് ടേക്സ് ബിഷപ്പ് ചെക്ക്. അപ്പോൾ ഇവിടെ കിങ് G1 വീണ്ടും പറ്റില്ല, രണ്ട് ബിഷപ്പുകൾ ആക്റ്റീവാണ്. ഇവിടെ വീണ്ടും വേണമെങ്കിൽ റൂക്ക് വെച്ചിട്ട് മറയ്ക്കാം, അല്ലെങ്കിൽ ക്യൂൻ വെച്ചിട്ട് മറയ്ക്കാം. ക്യൂൻ വെച്ചിട്ട് വെട്ടിയെടുക്കാം. ക്യൂൻ വെച്ചിട്ട് വെട്ടിയെടുത്താൽ നേരെ ഇവിടെ ചെക്ക്മേറ്റ് ആണ്. ഇത് തന്നെ സംഭവിക്കും. റൂക്ക് വെച്ച് മറച്ചാലും ആദ്യം ചെക്ക്, ഓൺലി മൂവ് ക്യൂൻ വെച്ചിട്ട് എടുക്കുക, ആൻഡ് ആഫ്റ്റർ ക്യൂ ടേക്സ് H2 ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചെസ് പസിലായിരുന്നു ഇത്. ക്യൂവിനെയും റൂക്കിനെയും ഒരേ സമയം സാക്രിഫൈസ് ചെയ്ത വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ ഇതുപോലത്തെ പസിൽസ് നമുക്ക് ഇനിയും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.